ചെർപ്പളശ്ശേരി. നമ്മുടെ കഥ ഇനി നടക്കാൻ പോകുന്നത് ഇവിടെയുള്ള 2 തറവാട്ടിലെ അംഗങ്ങളും ആയിട്ടാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നാലാംകുന്നത്ത് തറവാട്. അതാണ് സൂര്യവർമ്മയുടെയും യശോദാമ്മയുടെയും വീട്. ഇന്നത്തെ രീതിയിലേക്ക് പൊളിച്ചു പണി കഴിപ്പിച്ച ഒരു കൊട്ടാരം തന്നെ. ഇതിൻ്റെ വർക്ക് ആദ്യം തന്നെയാണ് ചെയ്തത്. എത്ര കുടുംബത്തിനും താമസിക്കാനുള്ള സൗകര്യം ആ വീട്ടിലുണ്ട്. മച്ചിലോത്ത് തറവാട്. അതാണ് സരസ്വതി അമ്മയുടെയും രവിവർമ്മയുടെയും വീട്. ഒരു 4 കെട്ട് പഴമ നിലനിർത്തിക്കൊണ്ട് അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തു ആധുനിക സൗകര്യമെല്ലാം റെഡിയാക്കിയ ഒരു കുളിർമ തരുന്ന വീട്. നടുമുറ്റവും തുളസിത്തറയും എല്ലാം കൊണ്ടും അതിമനോഹരമായ വീട്. നാലാംകുന്നത്ത് സൂര്യവർമ്മയുടെ മകൻ ലക്ഷ്മണവർമ്മയുടെ മകനാണ് ഗിരീഷ് വർമ്മ. ഗിരി. ആദിയും അവനും ഏകദേശം ഒരേ പ്രായക്കാരാണ്. മുത്തശ്ശൻ്റെ ബിസിനസ് നോക്കി നടത്തുന്നു. താഴെ ഗംഗ, 24 വയസ്സായി, ടീച്ചറാണ്. ജാതക പ്രശ്നം കാരണം കല്യാണം അല്പം നീണ്ടു. വരൻ രൂപേഷ്, സെയിം സ്കൂൾ ടീച്ചറാണ്. ഇവരുടെ കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഏറ്റവും ചെറുത് ഗായത്രി, 22 വയസ്സ് കഴിഞ്ഞു. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. മച്ചിലോത്ത് തറവാട്ടിലെ സരസ്വതി അമ്മയുടെയും ഭർത്താവ് രവിവർമ്മയുടെയും കൂടെയാണ് ഇളയ മകൾ ഭാനു താമസിക്കുന്നത്. ഭർത്താവ് ശിവ മാളുവിനെ ഗർഭമുള്ളപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ആള് പട്ടാളത്തിലായിരുന്നു. അന്ന് തൊട്ടേ ഭാനുവിനെ തറവാട്ടിൽ തന്നെ നിർത്തി. സരസ്വതി അമ്മയുടെ 2ാമത്തെ മകൻ ജിതേന്ദ്ര വർമ്മ ജിത്തുവാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ജിത്തു ബിസിനസ് ആവശ്യങ്ങൾ കാരണം ടൗണിലാണ് വർഷങ്ങളായി താമസം. ഇടയ്ക്കിടയ്ക്ക് കുടുംബമായി തറവാട്ടിൽ വരാറുണ്ട്. ധന്യയും കുടുംബവും ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ധന്യയാണ് സരസ്വതി അമ്മയുടെ വലിയ മകൾ. ധന്യയ്ക്ക് 2 പെൺമക്കളാണ്, ദുർഗയും ദർശനയും. ഇവർക്ക് 2 മക്കൾ വീതം ഉണ്ട്. ദുർഗ. ഭർത്താവ് നിതീഷ്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. 2 മക്കൾ. മൂത്തവൾ 12 വയസ്സ് നീതു, ഇളയവൻ 10 വയസ്സ് നിവീൻ. ദർശന. ഭർത്താവ് ഹരി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മക്കൾ അർച്ചന, അച്ചു 10 വയസ്സും മിഥു 7 വയസ്സ്. കഥയിലോട്ട് വരാം. മാളു, കണ്ണൻ്റെ മുറിയിലെ കിടക്ക വിരിപ്പ് വിരിച്ചിട്ടോ? അമ്മമ്മ, ഇന്ന് ഇപ്പോൾ എത്രാമത്തെ തവണയാ ഇത് ചോദിക്കുന്നത്? കണ്ണേറ്റൻ്റെ മാത്രമല്ല, മാമിൻ്റെയും അപ്പച്ചിയുടെയും മുറിയും വിരിപ്പ് വിരിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഓ, ഒരേ ഒരു ആൺതരി പേരക്കുട്ടി വരുന്നതിൻ്റെ തിടുക്ക എൻ്റെ സുന്ദരി കുട്ടിക്ക്. മാളു സരസ്വതി അമ്മയുടെ കവിൾ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ തിടുക്കമില്ലാണ്ടിരിക്കോ? എൻ്റെ മക്കളെ കണ്ണ് നിറച്ചൊന്ന് കാണാൻ കിട്ടുക. ആഴ്ചയിലും മാസങ്ങളിലും വരുമെങ്കിലും എടിപിടി എന്ന് തിരക്ക അച്ഛനും മോനും. എൻ്റെ ലച്ചുവിന് നല്ല ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. എൻ്റെ മോൾ അവിടെയും ഇവിടെയും അല്ലാത്ത പോലെയാ. അവരെ 2ആളെയും തനിച്ച് അവിടെ എത്രയെന്ന് വെച്ചാൽ നിർത്തുക. ജിത്തുവിനാണെങ്കിലും കണ്ണനാണെങ്കിലും എല്ലാറ്റിനും അവൾ വേണം. എന്താ പറയുക, ഈ ഗ്രാമത്തിൽ ജീവിച്ചാൽ അവർ ആഗ്രഹിച്ച പോലെ ആവില്ലല്ലോ. എൻ്റെ മോൻ്റെ കഷ്ടപ്പാടാണ് നമ്മൾ ഇന്നിങ്ങനെ ജീവിക്കുന്നത്. രവിയേട്ടൻ്റെ അവകാശം മുഴുവൻ സ്വന്തം ഏട്ടൻ തന്നെ കള്ളപ്രമാണം ഉണ്ടാക്കി കൈക്കലാക്കിയില്ലേ? എൻ്റെ പേരിലുള്ള ഈ 2 ഏക്കർ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അടക്കയും തേങ്ങയും കൊണ്ട് എന്താവാനാ? ദൈവാനുഗ്രഹം കൊണ്ട് അവൻ്റെ ബിസിനസ് കണ്ണൻ കൂടി ഏറ്റെടുത്തപ്പോൾ യാതൊരു അല്ലലും അറിയാതെ ജീവിക്കാൻ കഴിഞ്ഞു. ഭാനു അവരുടെ സംസാരം എല്ലാം കേട്ട് അവലിനുള്ളത് നുറുക്കുന്നുണ്ട്. ഇതെല്ലാം എന്നും അമ്മയിൽ നിന്ന് കേൾക്കുന്നതാണ്. എന്നാലും അത് കേൾക്കും തോറും ജിത്തു ഏട്ടനോടുള്ള ബഹുമാനം കൂടുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് 2 മാസമേ ഒന്നിച്ചു കഴിഞ്ഞുള്ളൂ. കുളി തെറ്റിയത് അറിഞ്ഞുകൊണ്ടാണ് ഹരിയേട്ടൻ ലീവ് കഴിഞ്ഞു പോയത്. പിന്നെ അങ്ങോട്ട് വല്ലപ്പോഴും വരുന്ന ഫോണിലൂടെയും കത്തിലൂടെയും ആയിരുന്നു ഞങ്ങളുടെ പ്രണയം. പ്രസവിച്ച വിവരം അറിയിച്ചു. ലീവ് എടുത്ത് വരാൻ നിന്നപ്പോഴാണ് ആ അപകടം. പിന്നെ കാണുന്നത് വെള്ള പുതുപ്പിച്ചു കൊണ്ടുവരുന്ന ശരീരം. പിന്നെ ഹരിയേട്ടൻ്റെ വീട്ടിലേക്ക് അയച്ചിട്ടില്ല ഏട്ടൻ. ഇന്നുവരെയും ഒരല്ലലുമില്ലാതെ നോക്കുന്നുണ്ട്. കൂടാതെ മാസാമാസം നല്ലൊരു സംഖ്യ തൻ്റെ അക്കൗണ്ടിൽ വരാറുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ അതെടുക്കേണ്ട ആവശ്യം കൂടി ഏട്ടൻ വരുത്തിയിട്ടില്ല. ചിന്തിക്കുമ്പോഴേക്കും ഏട്ടൻ മുന്നിൽ എത്തിച്ചിട്ടുണ്ടാകും. മുതിർന്ന് ജോലി ആയപ്പോൾ കണ്ണനും അച്ഛനെ പോലെ തന്നെ ഭാനു ചിന്തയിലായി പോയി. അമ്മ. മാളുവിൻ്റെ വിളിയിൽ അവർ വേഗം നേരിയതിൻ്റെ അറ്റം കൊണ്ട് മുഖം അമർത്തി തുടച്ചു. മാളുവിനറിയാം അമ്മ ചിന്തിച്ചത്.
അതുകൊണ്ട് തന്നെ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അമ്മമ്മയെ ഒന്ന് നോക്കി തൊഴുത്തിലെ അമ്മിണിയുടെ അടുത്തേക്ക് ദാവണിയും പൊക്കി നടന്നുപോയി. അമ്മിണി, ഇന്നു മുതൽ വീട് നിറച്ചും ആളുണ്ടാകും ട്ടോ. കണ്ണേട്ടൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും കുറച്ച് ദിവസം. നിന്റെ കുഞ്ഞുമണി എന്നാ വരിക? വയറ് പൊട്ടാറായിട്ടുണ്ടല്ലോ കള്ളി. വേഗം താ, നിന്നെ പോലെ വെളുത്തു കറുത്ത പുള്ളിയുള്ള ഒരു പൂവാലിയെ. മാളു അമ്മിണിയെ തൊട്ട് തലോടിക്കൊണ്ട് പറയുകയാണ്. മാളുട്ടി, തറവാട്ടിലേക്ക് പോണില്ലേ ഇന്ന്? പോണം രാമുണ്ണി മാമ. 2 ദിവസം കഴിഞ്ഞ് അപ്പച്ചി വരണുണ്ട്. ആ അറിഞ്ഞു മോളെ, സരസ്വതി ഏട്ടത്തി പറഞ്ഞു. സുജ, നീ ആ കാടിവെള്ളം എടുത്തേ. രാവുണ്ണി ചുമലിലെ തോർത്ത് തലയിൽ കെട്ടി. അമ്മിണിക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. സുജ ഇയാളുടെ ഭാര്യയാണ്. വർഷങ്ങളായിട്ട് മച്ചിലോത്തെ കാര്യസ്ഥരാണ്. ഇവർക്ക് മക്കളില്ല. മാളു ആണ് ഇവരുടെ മോള്. മാളു ഏകദേശം നമ്മുടെ ഗൗരിയുടെ പ്രായം തന്നെയാണ്. BEdന് പഠിക്കുകയാണ്. കഴിയാറായിട്ടുണ്ട്. കൂടെ PSC എഴുതുന്നുണ്ട്. PG കൂടി എടുക്കണമെന്ന് ആൾക്ക് താല്പര്യം. ഒരു സുന്ദരി കൊച്ചാണ്. ഗൗരിക്ക് അത്രയ്ക്കില്ലെങ്കിലും ഒരു ഓമനത്വമുണ്ട് ആ മുഖത്ത്. എല്ലാവരെയും സ്വന്തം പോലെ കരുതി ആ വീട്ടിലും തൊടിയിലും ഓടി നടക്കുന്ന ഒരു കുറുമ്പിപ്പെണ്ണ്. അച്ഛനില്ലാത്ത ദുഃഖം അവൾ അറിഞ്ഞിട്ടേയില്ല. ജിത്തു അതിന് അവസരം കൊടുത്തിട്ടില്ല. ഗൗരിയുടെ അവിടെ സീത ഗൗരിയെയും കൊണ്ട് കുളക്കവിടവിലേക്ക് നടന്നു. അവൾക്ക് ടോയ്ലറ്റിലേക്കുള്ള വെള്ളം അവർ ബക്കറ്റിലാക്കി കൊണ്ടുകൊടുത്തു. ധാരാളം വെള്ളം കൊണ്ട് തിമിർത്ത ഗൗരിക്ക് അവർ നൽകിയ വെള്ളം തികയാത്തതുപോലെ അവൾ കയ്യും മുഖവുമെല്ലാം കഴുകാൻ കുളക്കടവിലേക്ക് പോയി. കൂടെ സീതയുമുണ്ട്. കുളപ്പടവിൽ നിന്ന് തന്നെ കഴുകി തുടങ്ങിയ ഗൗരിയുടെ അടുത്തുകൂടെ പെട്ടെന്നൊരു ഓന്ത് ഓടിപ്പോയത് അവൾ ഒന്ന് ഞെട്ടി. എടുത്തു ചാടിയത് നേരെ കുളത്തിലേക്കും. അയ്യോ കുഞ്ഞെ, വെള്ളം നനഞ്ഞല്ലോ ആകെ. വേഗം കയറി വാ, സീത അവളെ നോക്കി വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ സീത പ്രതീക്ഷിച്ച പോലെ ഗൗരി നീന്താൻ നോക്കാതെ താഴ്ന്നു പോകുന്നതാണ് കാണുന്നത്. അവൾ എടുത്ത് ചാടി ഗൗരിയെ പിടിക്കാൻ നോക്കുന്നുണ്ട്. തീരെ വലിഞ്ഞ സീതക്ക് അവളെ പിടിച്ച് ഒതുക്കി കരക്കടുപ്പിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവൾ ഒന്നും ചിന്തിച്ചില്ല. വേഗം നീന്തി കരക്ക് കയറി പറമ്പിലൂടെ പണി നടക്കുന്ന ഇടത്തേക്ക് കാറി നിലവിളിച്ചു ഓടി. പണി നടക്കുന്ന ഇടത്ത് എത്തിയപ്പോഴാണ് എല്ലാവരും അവളുടെ നിലവിളി കേൾക്കുന്നത് തന്നെ. ആദ്യം ഞെട്ടി തിരിഞ്ഞ് ചുറ്റും നോക്കി. സീതയുടെ നിലവിളിയും ഗൗരിയെ അടുത്തെങ്ങും കാണാത്തതും ആദിയുടെ നെഞ്ചൊന്ന് കാളി. അവന് ഓടി അവരുടെ അടുത്തേക്ക് വന്നു. അയ്യോ കുഞ്ഞ് കുളത്തിൽ. അവർ കുളത്തിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആദ്യം മുഴുവൻ കേൾക്കാതെ പാഞ്ഞു. കൂടെ പണിക്കാരോ ഷൂ വലിച്ചൂരി കുളത്തിലേക്ക് എടുത്തു ചാടി. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗൗരിയുടെ മുടിക്കുത്തിൽ പിടികിട്ടിയതും അവൻ അവളെ സർവ്വശക്തിയും എടുത്ത് ഉയർത്തി ചേർത്ത് പിടിച്ച് കരയിലേക്ക് നീന്തി. അപ്പോഴേക്കും പണിക്കാർ അടുത്തുള്ള നാട്ടുവൈദ്യനെ കൊണ്ടുവന്നിരുന്നു. എല്ലാവരും കൂടെ അവരെ പിടിച്ചു കയറ്റി. കരയ്ക്ക് എത്തിയപ്പോഴേക്കും ഗൗരിയുടെ ബോധം പോയിരുന്നു. നാട്ടുവൈദ്യൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആദി ഒരു പ്രതിമ പോലെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല, അധികം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊന്നുമില്ലേ? ആദി പെട്ടെന്ന് എന്തോ ഓർത്ത് പോലെ എഴുന്നേറ്റു. ഇല്ല സാറേ, ഇവിടെ നിന്നും 20-30 മിനിറ്റ് ദൂരം പോകണം. ഇവിടെയുള്ളവരെ എല്ലാം നോക്കുന്നത് ഈ വൈദ്യരാണ്. കുഞ്ഞിന് ബോധം വന്നിട്ട് നമുക്ക് കൊണ്ടുപോകാം. കാര്യസ്ഥൻ ആദിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ നനഞ്ഞ ഉടുപ്പ് മാറ്റൂ. വൈദ്യരുടെ ആജ്ഞ കേട്ടതും സീത അവളുടെ ഉള്ളതിൽ നല്ലൊരു മാക്സി എടുത്തു കൊണ്ടുവന്നു. ആണുങ്ങളെല്ലാം അവിടെ നിന്നും മാറി. പണിക്കുള്ള 2 പെണ്ണുങ്ങളും സീതയും കൂടെ ഗൗരിയുടെ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റി മാക്സി ഇട്ട് കൊടുത്തു. സീത, കുഞ്ഞിൻ്റെ ഉടുപ്പ് കഴുകിയിട്ടോളൂ, വെയിലുണങ്ങട്ടെ. സാറും ഈ മുണ്ടൊന്നുടുക്കൂ. സാറിൻ്റെ ഉടുപ്പും ഇവൾ കഴുകിയിട്ടോളൂ. ആദി തൻ്റെ വെളുത്ത ചളിപുരണ്ട ഷർട്ടിലേക്ക് ഒന്ന് നോക്കി. പിന്നെ അവർ നൽകിയ മുണ്ടും വാങ്ങി കുളക്കടവിലേക്ക് നടന്നു. സീത ഇരുവരെയും ഉടുപ്പ് കഴുകി ഉണക്കി നിവർത്തിയിട്ടു. ആദ്യം ഒരു മുണ്ട് മാത്രം ഉടുത്ത് ഗൗരിയെയും നോക്കി ഇരിപ്പാണ്. ബോധം വന്നിരുന്നു. ഒരു മയക്കത്തിലാണ് അവൾ. സാറേ, ഇതാ ഇത് പുതച്ചോളൂ. കാര്യസ്ഥനൊരു തോർത്ത് അവന് നൽകി. സത്യത്തിൽ അപ്പോഴാണ് ആദി തൻ്റെ കോലം തന്നെ ശ്രദ്ധിക്കുന്നത്.